അപ്പോൾ അംഗനവാടി ടീച്ചറാവാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ICDSൻ്റെ ഫുൾ ഫോം എന്തുവാന്ന് ചോദിച്ചു. ICDS രൂപീകരിച്ച വർഷം ചോദിച്ചു. ശാന്ത എന്നത് ആരെഴുതിയതാണെന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചത് എന്നാണ് ശിശുദിനം എന്ന് ചോദിച്ചു. അതുപോലെ പത്തനംതിട്ട കളക്ടർ ആരാണ്, പത്തനംതിട്ട ജില്ലയിലെ എത്ര മുനിസിപ്പാലിറ്റികളുണ്ട്, പന്തളം മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുകളുണ്ടെന്ന് ചോദിച്ചു. അതുപോലെ പന്തളം മുനിസിപ്പാലിറ്റിയോടെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആശുപത്രിയുണ്ട്, അതിൻ്റെ പേരെന്തുവാന്ന് ചോദിച്ചു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സ് വരെ മുലപ്പാൽ കൊടുക്കണമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് മുലപ്പാൽ കൊടുക്കുന്ന ഒരു വാരം ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്ന വാരം, അതെന്ന് ആയിരുന്നു, എന്ന് തൊട്ട് എന്ന് വരെയായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചത് അംഗനവാടി എന്തിൻ്റെ അണ്ടറിലാണെന്ന് ചോദിച്ചു. പിന്നെ ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അപ്പോൾ പറയാം നാടോടി ഡാൻസ് അങ്ങനെ വല്ലതും കളിക്കാൻ പറഞ്ഞു. പത്തനംതിട്ട എന്നാ രൂപീകരിച്ചത്, ഏത് വർഷമാണെന്ന് ചോദിച്ചു. പിന്നെ ഓരോ ആൾക്കാരോട് ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരോട് ചോദിച്ച ചോദ്യങ്ങളൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ. അവരോട് ചോദിച്ചത് പത്തനംതിട്ടയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു. പിന്നീട് ചോദിച്ചത് വനിതാ ദിനം എന്നാണെന്ന് ചോദിച്ചു. അതിനുശേഷം ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ചോദിച്ചായിരുന്നു. പിന്നെ മാതൃദിനം എന്നാണെന്ന് ചിലരോട് ചോദിച്ചു. രാജ്യസഭയിലും ലോകസഭയിലും എത്ര അംഗങ്ങളുണ്ടെന്നും ചോദിച്ചു. കുഞ്ഞുമക്കൾക്ക് 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. പിന്നെ ഭരണഘടന ആരാ രൂപീകരിച്ചത്, ഭരണഘടനയുടെ ശില്പി ആരാ, ഭരണഘടന ഏറ്റവും കൂടുതൽ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്ന് ആശയങ്ങൾ, പത്തനംതിട്ടയുടെ സ്ഥാപകൻ ആരായിരുന്നു, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വാർഡ് എത്രയാണെന്ന് ചോദിക്കും, വാർഡിലെ കൗൺസിലറിൻ്റെ പേരൊക്കെ ചോദിക്കും. നമ്മൾ ആദ്യം ചെല്ലുമ്പോഴേ നമുക്ക് ടോക്കൺ തരും. അത് കഴിഞ്ഞ് നമുക്ക് 2 രീതിയിലാണ് ഇൻ്റർവ്യൂ നടന്നത്. ആദ്യം ഒരു മുറിയിൽ ചെല്ലും, നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ട് പറയും ഇത്ര സമയം 5 മിനിറ്റ് തരും. അവിടെ പേപ്പറുകളും പശ ഒത്തിരി സാധനങ്ങൾ കാണും. നമുക്കിഷ്ടമുള്ളത്, അതായത് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞുമക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്നെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് വെച്ച് പടങ്ങൾ വരയ്ക്കാം, കവിത എഴുതാം. അത് കഴിഞ്ഞിട്ട് അവരത് വാങ്ങിച്ച് വെച്ച് മാറിയിട്ട ശേഷം ആ പേപ്പറുമായിട്ട് നമ്മളെ അടുത്ത ഇതിലേക്ക് വിടും. അവിടെ ചെല്ലുമ്പോഴാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നല്ല ക്വസ്റ്റ്യൻ, ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഓരോരുത്തരുടെ ലക്ക് പോലെ ഇരിക്കും. എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആക്ഷൻ സോങ് അല്ലെങ്കിൽ ഡാൻസ്, അത് അവർ പറയുന്നത് തന്നെ നമ്മൾ ചെയ്യണം. ഒന്ന് ആക്ഷൻ സോങ് അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ കവിത, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളായിരിക്കും തരുന്നത്. പലരോടും പല രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വെച്ചിട്ട് വേണം പോകാൻ. നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ എത്ര വാർഡുകളുണ്ട്, അതുപോലെ നിങ്ങളുടെ ജില്ലയിൽ എത്ര വാർഡുകളുണ്ട്, വാർഡുകളല്ല മുനിസിപ്പാലിറ്റികളുണ്ട്, നിങ്ങളുടെ ജില്ലയിലെ കളക്ടറിൻ്റെ പേര്, അതുപോലെ തന്നെ MLAയുടെ പേര്, MPയുടെ പേര്, ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.